അത്ഭുത വിളക്ക് കൊണ്ട് അതിസമ്പന്നനായ അലാവുദ്ദീൻ എന്ന അതിദരിദ്രന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതും അങ്ങനെ ഒരു കഥയാണ്. പക്ഷെ ഇതിൽ മായമില്ല, മന്ത്രമില്ല, മായാജാലമില്ല. സുരേന്ദ്രൻ എന്ന തുന്നൽക്കാരൻ, ഇന്ദ്രൻസ് എന്ന താരമായ കഥ, അയാളുടെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിന്റെ കഥ, അതാണ് ഇന്ദ്രധനുസ്. സിനിമയിൽ മുഖം കാണിച്ചു തുടങ്ങിയപ്പോഴും പിന്നെ വാണിജ്യ സിനിമകളുടെ അത്യന്താപേക്ഷിതമായ ഹാസ്യ കഥാപാത്രമായി മാറിയപ്പോഴുമൊക്കെ അയാളുടെ വിളിപ്പേര് കൊടക്കമ്പി എന്നായിരുന്നു. പെരുമഴയത്തും പൊരിവെയിലത്തുമൊക്കെ നമ്മളെ സംരക്ഷിച്ച കുടകളെ നമ്മൾ തിണ്ണയിലേക്ക് മാറ്റിവെച്ചതുപോലെ ഇന്ദ്രൻസും ഒരുപാട് കാലം മലയാള സിനിമയുടെ തിണ്ണയിൽ മാറിയിരുന്നു. പിന്നെ പയ്യെ പയ്യെ കയറിയിരുന്നു. പിന്നീട് അയാളുടെ തലയ്ക്ക് മുകളിൽ ദേശീയ അവാർഡിൻ്റെ വെൺകൊറ്റക്കൊടി പാറി നടന്നു. അങ്ങനെ ദേശീയ അവാർഡ് കിട്ടിയ കാലം വരെയുള്ള കഥയൊന്നും ഇതിനകത്തില്ല. പിന്നെന്താ ഈ പുസ്തകത്തെ ഇത്രമേൽ വായിക്കബിളാക്കുന്നതെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഭാഷ തന്നെയാണ്. സ്ഫടികം സിനിമയിൽ തോമാച്ചായൻ്റെ അടിയെക്കുറിച്ച് ഇന്ദ്രൻസ് പറയുന്ന ഒരു ഡയലോഗുണ്ട്. തോമാച്ചായൻ്റെ അടി നിങ്ങളൊന്ന് കാണണം. അതുപോലെയാണ് ഈ പുസ്തകം, നിങ്ങളൊന്ന് വായിക്കണം, നഷ്ടം വരില്ല. ഇന്ദ്രധനുസ്.